രുക്മിണിയോട് ഈ വിശേഷം പറഞ്ഞോ ഹരീഷ്? ഞാൻ ഓട്ടോയിൽ അമ്മയെ കൊണ്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാ ലളിത ചേച്ചി വിളിച്ച് എന്നോട് വിവരം പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ വരികയൊന്നുമില്ല. ഒന്നാമത് എതിർപ്പ് തന്നെയല്ല, രമ്യ ഒരേ ഇരിപ്പോ ഒരു ഭ്രാന്തിയെ പോലെ. അവളെ ഒറ്റയ്ക്കിട്ടിട്ട് അമ്മ എങ്ങനെ വരാനാ? അവള് വല്ല കടുകയും ചെയ്താലോ? രാജുവായിട്ട് രമ്യയുടെ കല്യാണം നടത്താത്തതിനെ ചൊല്ലി ഞാനും വേണുവേട്ടൻ തമ്മിൽ വഴക്കാണെന്നാ ഇവരുടെയൊക്കെ വിചാരം. ഇവരിനെ ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ വേണുവേട്ടനെയും രാജുവിനെയും മുത്തുമോളെയൊക്കെ ആക്രമിക്കും. ഇതൊക്കെ എങ്ങനെ കേട്ടോണ്ടിരിക്കും ഞാൻ? അവളുടെ അന്ത്യം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. തകർത്ത് കളഞ്ഞില്ലേ എന്റെ പെങ്ങളുടെ ജീവിതം. ഇവനും പതുക്കെ പതുക്കെ ആ രുക്മിണിയുടെ മകനായിട്ട് മാറുക. ഇപ്പൊ ഒന്നും മിണ്ടണ്ട. എന്റെ കുഞ്ഞൊരമ്മയാൻ പോവാ. ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ അത് അവളെ വേദനിപ്പിക്കും. ഇപ്പൊ അച്ഛനും വീട്ടിലില്ല. കുടുംബം ഇപ്പം അനാഥോ. ഞാൻ ആരോട് എന്റെ സങ്കടം പറയണ്ടേ? മോനെ ഹരീഷ്, ഇന്നൊരു സന്തോഷമുള്ള ദിവസം. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്തരം വിചാരങ്ങളൊക്കെ മാറ്റിവെക്ക്. സോറി ജാതമ്മേ, ഓരോന്ന് ഓർത്തപ്പോ ഞാനങ്ങ് പറഞ്ഞു പോയതാ. ഇനി പറയില്ല. ഇനി അങ്ങോട്ട് മോളുടെ പ്രസവം വരെ സന്തോഷമുള്ള കാര്യങ്ങളെ പറയാവൂ. ടെൻഷൻ വന്നാ അത് ജനിക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. ഗർഭകാലത്ത് ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കൊരു ക്ലാസ് തന്നാ മതി. ആ, അതിനൊറ്റ ക്ലാസ്സേ ഉള്ളൂ. പെറ്റമ്മയുടെ സാമീപ്യം കൂട്ടിക്കൊണ്ട് അമ്മായിയമ്മയുടെ സാമീപ്യം പരമാവധി കുറയ്ക്കുക. എന്നിട്ട് ഗർഭിണിയായ ഭാര്യയോടൊപ്പം ഭർത്താവ് എപ്പോഴും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഡെലിവറി വെരി ഹാപ്പി. അമ്മായിയമ്മയുടെ സാമീപ്യം കുറയ്ക്കാൻ എന്റെ അമ്മായിയമ്മ ഒരു പാവമല്ലേ?